ഹായ് മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പേജ് നമ്പർ 41 വരെ കംപ്ലീറ്റ് ചെയ്തില്ലേ? അപ്പോൾ ഇന്ന് 46-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. എ ട്രയാങ്കിൾ ഡ്രോൺ ജോയിനിങ് ദ നമ്പേഴ്സ് 1, 4 and 8 ഓൺ എ ക്ലോക്ക് ഫേസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയതില്ലേ, calculate the angle of this triangle. Second, how many equilateral triangle can we make by joining the numbers on a clock face? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു ട്രയാങ്കിൾ എന്താണ്, ഒരു ക്ലോക്കിൻ്റെ ഫേസ് അല്ലേ, ക്ലോക്ക് ഫേസിൽ 1, 4, 8 എന്നീ നമ്പേഴ്സിനെ യോജിപ്പിച്ച് എന്താണ് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ 1-നെയും 4-നെയും 8-നെയും നമ്പേഴ്സിനെ യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടെത്താനാണ് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കേ. ഹൗ മെനി ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ ദ ക്ലോക്ക് ഫേസ്. ഈ ക്ലോക്ക് ഫേസിൽ എത്ര ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് നമുക്ക് നിർമ്മിക്കാം അല്ലെങ്കിൽ വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എന്താ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ സൈഡ്സും ഈക്വലായിട്ടുള്ള ട്രയാങ്കിളാണ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ട്രയാങ്കിൾ കണ്ടില്ലേ? 1-നെയും 4-നെയും 8-നെയും യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ വരച്ചിരിക്കുന്നു. ഓക്കെ, ഈ ട്രയാങ്കിൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ പേര് കൊടുത്തു, ABC എന്ന് പേര് കൊടുത്തു. ഓക്കെ, ABC എന്ന ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് ഇവിടെ ഒന്നാമത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ആംഗിൾ എയും ആംഗിൾ സിയും ആംഗിൾ ബിയും ഒക്കെ കാണുമ്പോൾ ഒരു പരിചയം വരുന്നില്ലേ നമുക്ക്? ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം കണ്ടുപിടിച്ചൂടെ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനകത്തുനിന്ന് ഒരു സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഓക്കെ, എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? നമുക്കറിയാവുന്നതെന്ന് പറഞ്ഞാൽ ഈ ക്ലോക്കിൽ 12 പാർട്ട് ഇല്ലേ? ടോട്ടൽ എത്ര പാർട്ടുണ്ട്? 12 പാർട്ടുണ്ട്. ഓക്കെ, അതിൽ ഇപ്പം നമുക്കറിയാം ഈ 12 പാർട്ടിൻ്റെയും കൂടെ ടോട്ടൽ ആംഗിൾ എത്ര വരും? 360 വരും എന്ന് പറഞ്ഞൂടെ? അങ്ങനെയാണെങ്കിൽ ഒരു പാർട്ട് എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പാർട്ടിൻ്റെ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, എങ്ങനെ എഴുതാം? ആംഗിൾ ഓഫ് 1 പാർട്ട് അല്ലേ? ആംഗിൾ ഓഫ് 1 പാർട്ട് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ എത്ര വരും? 360 അല്ലേ? അപ്പോൾ 360/12 ചെയ്താൽ പോരെ? ഈസ് ഈക്വൽ ടു എത്ര വന്നു? 30 ഡിഗ്രി എന്ന് വന്നു. അപ്പോൾ ഒരു പാർട്ടിൻ്റെ ആംഗിൾ എന്ന് വെച്ചാൽ 30 ഡിഗ്രി. പാർട്ട് എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ, ഇതെല്ലാം ഓരോ പാർട്ട് വരും. 12 മുതൽ 1 വരെ, 1 തൊട്ട് 2 വരെ, ഇങ്ങനെയെല്ലാം ഓരോ പാർട്ടുകൾ വരും. അപ്പോൾ ഓരോ പാർട്ടിൻ്റെ ആംഗിൾ 30 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ 12 പാർട്ടില്ലേ? അപ്പം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ, ഈ AB എന്ന സൈഡ് നോക്കണം. AB എന്ന സൈഡിൽ എത്ര പാർട്ട് വരുന്നുണ്ട്? അപ്പം 1, 2, 3, 4 പാർട്ട് AB എന്ന സൈഡിൽ വരുന്നുണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ വരുന്ന ആംഗിൾ അല്ലേ ആ 12 പാർട്ടിനെ ഉൾക്കൊള്ളുന്ന ആംഗിൾ വരുന്നത് അല്ലേ? മനസ്സിലായോ? ഈ ആംഗിൾ അല്ലേ വരുന്നത്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? ഒരു പാർട്ട് 30 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 30, 60, 90, 120. മനസ്സിലായോ? അപ്പോൾ ഈ ആംഗിൾ എന്താണ്? 120 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ സൈഡ് നോക്ക്, BC എന്ന സൈഡ് നോക്കേ. അപ്പോൾ നമ്മളിതാ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ ഈ BCയുടെ ഈ പാർട്ട് ഉൾക്കൊള്ളുന്ന ആംഗിൾ ഏതാ വരുന്നത്? ഈ ആംഗിൾ വരും. ഓക്കെ, അപ്പോൾ എത്ര ആംഗിൾ വരും? ഇവിടെ ഈ പാർട്ടിൽ 30, 60, 90. ഓക്കെ, 3 പാർട്ടാണ് അവിടെ ഉള്ളത്. അപ്പോഴേ 90 ഡിഗ്രി എന്ന് വന്നു. ഈ സൈഡാണെങ്കിലോ, AC ആണെങ്കിലോ, ACയിൽ വരുന്ന ആംഗിൾ എവിടെ വരും? ഈ പാർട്ടിൽ വരുന്ന ആംഗിൾ എവിടെ വരും? ഇവിടെ വരൂലേ? അതിൻ്റെ ആംഗിൾ എത്ര വരും? എത്ര പാർട്ടുണ്ട്? 1, 2, 3, 4, 5 പാർട്ടുണ്ട് അല്ലേ? അപ്പോൾ 5 × 3 എന്ത് വരും? 150 എന്ന് വന്നു. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിളിൻ്റെ ഇരട്ടിയാണെന്ന് പഠിച്ചിട്ടില്ലേ നമ്മൾ? അപ്പോൾ ഈ 120 ഏതിൻ്റെ ഇരട്ടിയാണ് വരുന്നത്? ദാ
എന്നും ബിന്നും ഓപ്പോസിറ്റ് ആർക്കിലുള്ള ആംഗിൾ അല്ലേ ഈ ആംഗിൾ സി എന്ന് പറയുന്നത്. നോക്കേ, ശ്രദ്ധിച്ച് നോക്ക്. എ ബി എന്ന് പറയുന്ന ആർക്കായിട്ട് വിചാരിക്കുന്നത്. എ ബി എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് ഓപ്പോസിറ്റ് ആർക്കിൽ വരുന്ന ആംഗിൾ സി എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 60 ഡിഗ്രി എന്ന് കിട്ടി. നമുക്ക് ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ 60 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ. അടുത്ത ഇത് 90 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്താ? 45 ഡിഗ്രി എന്ന് കിട്ടിയില്ലേ. അടുത്തത് ഇത് 150 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് എന്ത് വരും? 75 എന്ന് കിട്ടൂലേ. ഓക്കെ, അപ്പോൾ ആംഗിള് എ ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? 45 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 75 ഡിഗ്രി എന്ന് കിട്ടി. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, എല്ലാ ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചില്ലേ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ അല്ലേ. അതിൻ്റെ ബി പാർട്ട് നോക്കിയേ. ഹൗ മെനി ഇക്വലാറ്റർ ട്രയാങ്കിൾ ക്യാൻ വി മേക്ക് ബൈ ജോയിനിങ് ദ നമ്പേഴ്സ് ഓൺ ദ ക്ലോക്ക് ഫേസ്? ഈ ക്ലോക്ക് ഫേസിൽ നിന്ന് നമുക്ക് എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും എന്നാണ് ചോദ്യം. നോക്കണം. ഒരു ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ് എന്താണ്? എല്ലാ ആംഗിൾസും എന്ത് വരും? 60 ഡിഗ്രി വരൂലേ. എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വരും അല്ലേ. അപ്പോൾ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വരും എന്നൊരു ഹിൻറ്റ് മാത്രമാണ് നമുക്കുള്ളത്. ഓക്കെ, എല്ലാ ആംഗിൾസും 60 ആണെങ്കിൽ നമുക്കറിയാം ഈ ആംഗിൾ 60 ആണെങ്കിൽ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത അതേപോലെ ഇപ്പം ഈ ആംഗിൾ എന്ത് വരും? 120 വരൂലേ. ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? 120 വരും. ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും? 120 വരും. ഓക്കെ, അപ്പോൾ എല്ലാ ആംഗിൾസും സെൻട്രൽ ആംഗിൾസ് എല്ലാം എന്ത് വരും? 120 വരും. അപ്പോൾ ഇതാ ഇവിടെ നോക്കി, ഈ ആംഗിൾ 120 വരാൻ എത്ര പാർട്ട്? നേരത്തെ പറഞ്ഞതിനെ നമ്മൾ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കണം. നേരത്തെ നമ്മൾ പാർട്ട് വെച്ചിട്ട് ആംഗിൾ കണ്ടുപിടിച്ചു. ഇത് ഒരു ആംഗിൾ തന്നു, തിരിച്ചിട്ട് വരണം. സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം, പാർട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 120 വരണമെങ്കിൽ എത്ര പാർട്ട് വേണം? ഓക്കെ, ഇപ്പോൾ 120 വരണമെങ്കിൽ എത്ര പാർട്ട് വേണം? 120 ബൈ ഒരു പാർട്ട് എന്ന് വെച്ചാൽ 30 ആണ്. അപ്പോൾ 120 ആംഗിൾ വരണമെങ്കിൽ എത്ര പാർട്ട് വരണമെന്ന് എങ്ങനെ അറിയും? 3, 12, 4 പാർട്ട് വരണം അല്ലേ. 4 പാർട്ട് വരണം. മനസ്സിലായോ? അപ്പോൾ ഈ 4 പാർട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരച്ചാൽ പോരെ. ഓക്കെ, നമുക്കൊന്ന് വരച്ച് വയ്ക്കാമല്ലോ. ഓക്കെ, ഇപ്പം 12 എന്നാണ് തുടങ്ങുന്നതെങ്കിൽ അടുത്ത 4 പാർട്ട് ഇവിടെ വരും. ഈ 4ൽ വരുമല്ലേ. അപ്പം 12 എന്നാണ് തുടങ്ങുന്നതെങ്കിൽ ഈ 4ൽ വരും അല്ലേ. ഈ 4ൽ നിന്ന് അടുത്ത 4 പാർട്ട് ഇവിടെ വരും, 8ൽ വരും അല്ലേ. അടുത്ത 8ൽ നിന്ന് 12ലോട്ടോ. ഓക്കെ, ഈ 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ അടുത്ത എന്ത് ഏതിൽ വരും? 5ൽ വരും. അടുത്ത എവിടെ വരും? 9ൽ വരും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലോ 2ൽ സ്റ്റാർട്ട് ചെയ്താൽ 6ൽ വരും അല്ലേ. 6ൽ, അടുത്തത് 10ൽ, അടുത്തത് ഈ 2ലോട്ട് തന്നെ വരയ്ക്കണം. അടുത്ത 3ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലോ 3ൽ വന്നാൽ 3 + 4 7, 7ൽ വരും. അടുത്ത 7 + 4 11ൽ വരും. അടുത്തത് 3ലോട്ട് തന്നെ ആയിരിക്കും അല്ലേ. ഇനി അടുത്ത 4ൽ നമ്മൾ നോക്കും. 4ൽ നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്തോ ചെയ്യും നമുക്ക്? ഇനി വരയ്ക്കാൻ പറ്റുമോ? ഇനി എവിടെ ഏതെങ്കിലും വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ? എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ നമുക്ക് വരയ്ക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര എണ്ണം പറ്റി നമുക്ക് വരയ്ക്കാൻ? ഇവിടെ നോക്കിയാൽ മതി. 1, 2, 3, 4. അപ്പോൾ 4 ഇക്വലാറ്റർ ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റിയില്ലേ? വി ക്യാൻ മേക്ക് 4 equilateral triangles. Okay, second question നോക്കിയേ. Draw an equilateral triangle with a circumradius 3.5 centimeters. ഇത് ഇവിടെ സർക്കം റേഡിയസ് എന്നൊക്കെ പറഞ്ഞേക്കുന്നേ. മനസ്സിലായോ? അത്
ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാനാണെന്ന് മനസ്സിലായി. വിത്ത് സർക്കം റേഡിയസ്. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ സർക്കം സർക്കിൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സും ഓൺ ദ സർക്കിൾ ആണെങ്കിൽ, എന്താ പറഞ്ഞത്? ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സും ഓൺ ദ സർക്കിളിലാണെങ്കിൽ അതിനെ സർക്കം സർക്കിൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇവിടെ സർക്കം സർക്കിൾ എന്ന വാക്കൊന്നും ഈ ടെക്സ്റ്റിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അതിന് പകരം നമുക്ക് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞാൽ ആ സർക്കം സർക്കിളിൻ്റെ റേഡിയസ് ആയതുകൊണ്ടാണ്, സർക്കം സർക്കിൾ വരയ്ക്കാനാണ് ഇതിന് ഉപയോഗിക്കേണ്ട റേഡിയസ് ആയതുകൊണ്ടാണ് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഡ്രോ ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിനകത്ത് 3.5 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചിട്ട് അതിനകത്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? നമുക്കൊന്ന് വരച്ചു നോക്കാമല്ലോ. ഇപ്പോഴും നോക്കണം, ഞാനിവിടെ ABC എന്ന് പറയുന്ന ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ഞാൻ റഫായിട്ടൊന്ന് വരച്ചിട്ട് പിന്നെ ഫെയർ ആയിട്ട് വരയ്ക്കാം കേട്ടോ. അപ്പോഴും നമുക്ക് എന്താ വേണ്ടത്? ഒരു സർക്കിളിനകത്ത് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ വേണം. ഓക്കെ, അപ്പോൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? ആംഗിൾസ് എല്ലാം എന്താണ്? 60 ഡിഗ്രി ആയിരിക്കും നമുക്കറിയാം. ഓക്കെ, നമ്മൾ ഇതിന് മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആംഗിൾ എല്ലാം 60 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഓരോ ഭാഗത്തെ എന്താ കണ്ടുപിടിക്കാൻ പറ്റും? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ഇത് 60 ആണെങ്കിൽ ഇതെന്ത് വരും? 120 വരും. അടുത്ത് എവിടെയാണെങ്കിലോ ഇത് 60 ആണെങ്കിൽ ഇതെന്ത് വരും? 120 വരും. ഇത് 60 ആണെങ്കിൽ ഇതെന്ത് വരും? 120 വരും. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനെന്താണ്? 3.5 സെൻറ്റിമീറ്റർ അല്ലേ റേഡിയസ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സർക്കം റേഡിയസ് 3.5 പറഞ്ഞു. ഇപ്പോൾ സർക്കം റേഡിയസ് 3.5 ഉള്ളൊരു സർക്കിളാണ് ഞാൻ ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് വരയ്ക്കുക? ഒരു റേഡിയസ് അങ്ങോട്ട് വരയ്ക്കുക. ഓക്കെ, റേഡിയസ് വരച്ചു. അതിനുശേഷം നമുക്കറിയാം സെൻറ്റർ ആംഗിൾ 3 സെൻറ്റർ ആംഗിളുണ്ട്. 3 സെൻറ്റർ ആംഗിളും എന്താണ്? 120 ഡിഗ്രി അല്ലേ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ വരച്ച റേഡിയസ് ഉണ്ടല്ലോ, ഈ റേഡിയസിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ എന്താണ്? 120 ഡിഗ്രി മെഷർ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന മെഷർമെൻറ്റ് നമ്മൾ നോക്കണം അല്ലേ. അപ്പം 120 വരുമ്പോൾ ഇതാ ഇവിടെ വന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് വരയ്ക്കാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 2 വെർട്ടെക്സ്, അതായത് ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ 2 പോയിന്റ് യോജിപ്പിക്കാം. ഇനി എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് 120 അല്ലേ കിട്ടിയേക്കുന്നത് സെൻട്രൽ ആംഗിൾ. അപ്പോൾ വീണ്ടും ഇവിടെ നിന്ന് നമ്മൾ 120 ഡിഗ്രി എടുക്കാം. അപ്പം ഇവിടെ നിന്ന് 0 തുടങ്ങുന്ന അളവ് നോക്കുക. 120 വരുമ്പോൾ ഇതാ ഇവിടെ ഉണ്ട്. ഇളവ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇതും കൂടെ തമ്മിൽ യോജിപ്പിക്കാം. ഇതുമായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ ഈ 3 പോയിന്റ് നമുക്ക് കിട്ടുന്ന 3 പോയിന്റ് 120 അളക്കുന്ന 3 പോയിന്റും കൂടെ യോജിപ്പിച്ച് വരയ്ക്കാം. നമുക്ക് ട്രയാങ്കിൾ കിട്ടിയില്ലേ? നോക്കേ, ഈ ആംഗിൾ എത്രയാണ് നമ്മൾ എടുത്തത്? 120 അല്ലേ എടുത്തേക്കുന്നത്. ഈ ആംഗിൾ എത്രയാണ്? 120 ആണ്. ഇത് അളന്നില്ലെങ്കിലും എത്ര വരും? 120 തന്നെ വരുമില്ലേ? 120. ഓക്കെ, അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇതെന്ത് വരും? 60 എന്ന് വന്നു. ഇത് 120 ആണെങ്കിൽ ഇതെന്ത് വരും? 60 വന്നു. ഇത് 120 ആണെങ്കിൽ ഇത് 60. ട്രയാങ്കിളിൻ്റെ പേര് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഈസി അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 2 ഓഫ് ദ ആംഗിൾസ് 32.5 ഡിഗ്രി ആൻഡ് 37.5 ഡിഗ്രി. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ മേലെ ചെയ്ത് അതേപോലെ തന്നെ. അവിടെ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആയിരുന്നു വരയ്ക്കേണ്ടത്, ഇവിടെ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്.
ഓക്കെ, അപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടതെന്ന് പറയുമ്പം ആംഗിൾ നമുക്ക് തരേണ്ട കാര്യമില്ല, നമുക്കറിയാം എല്ലാം 60 ഡിഗ്രി ആണെന്ന്. ഓക്കെ, ഇത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആംഗിൾ തരണം, എന്നാലേ വരയ്ക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഏതൊക്കെ ആംഗിള്? 32.5 36.5 ആംഗിൾ തന്നേക്കുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ മുകളിൽ വരച്ച അതുപോലെ തന്നെ. അപ്പോൾ എന്താ സർക്കം റേഡിയസ് പറഞ്ഞേക്കുന്നത്? 3 സെൻറ്റിമീറ്റർ. അപ്പം ആദ്യം എന്ത് ചെയ്യുക? 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരയ്ക്കുക. ജസ്റ്റ് ഇതിലൊന്ന് കാണിച്ചിട്ട് നമുക്ക് വരയ്ക്കാം കേട്ടോ. ഓക്കെ, ഞാനൊരു ട്രയാങ്കിൾ ഒരു സർക്കിളിനകത്ത് വരച്ചു. അതിന് ABC എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്ന എന്താ? 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. 32.5 37.5 എന്നും 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും 2 ആംഗിൾ എന്ത് കൊടുക്കുക? ഈ തന്നേക്കുന്ന ആംഗിൾ കൊടുക്കുക. ഇത് 32.5, ഇത് 37.5 എന്ന് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം നമുക്ക് എന്താണ് സെൻറ്റർ ആംഗിൾ കണ്ടുപിടിച്ചിട്ടാലേ നമുക്കിതൊക്കെ വരയ്ക്കാൻ പറ്റും അല്ലേ. അപ്പം ഇവിടെ നോക്കേ, ഇത് 32.5 ആണ്, ഇതെന്ത് വരും? അതിൻ്റെ ഇരട്ടി വരൂലേ. അടുത്ത ഇത് 37.5 ആണ്, ഇതെന്ത് വരും? അതിൻ്റെ ഇരട്ടി വരൂലേ. അപ്പോൾ ഇത് 32.5ൻ്റെ ഇരട്ടി എന്താ? 32.5ൻ്റെ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സെൻറ്റർ ആംഗിൾ കറസ്പോണ്ടിങ് ടു 32.5 എന്ത് വരും? 2 ഇൻറ്റു 32.5 വരൂലേ. ഈസ് ഈക്വൽ ടു എന്ത് വരും? 65 ഡിഗ്രി എന്ന് വന്നു. ഓക്കെ, അടുത്ത സെൻറ്റർ ആംഗിൾ കറസ്പോണ്ടിങ് ടു 37.5 എന്ത് വരും? 2 ഇൻറ്റു 37.5 ഈസ് ഈക്വൽ ടു എന്ത് വരും? 75 ഡിഗ്രി എന്ന് വരൂലേ. അപ്പോൾ ഈ ആംഗിൾസ് എന്ത് വരും? ഈ 32.5ൻ്റെ ഇരട്ടി വരൂലേ. അപ്പോൾ എന്ത് വരും? 65 ഡിഗ്രി എന്ന് വന്നു. അടുത്ത 37.5ൻ്റെ ഇരട്ടിയാണ് ഇവിടുത്തെ ആംഗിൾ വരുന്നത് അല്ലേ, അത് 75 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ സെൻറ്റർ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വരച്ചൂടെ. ഓക്കെ ഓക്കെ അപ്പോൾ ആദ്യം എന്ത് വരയ്ക്കാം? നമ്മൾ ആദ്യം റേഡിയസ് വരച്ചു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ട്രയാങ്കിൾ വരച്ചു വരുമ്പോൾ ഈ ഒരു ഫിഗറിൽ കിടക്കുന്ന ട്രയാങ്കിൾ പോലെ വരില്ല കേട്ടോ. ആംഗിൾ ഇതായതുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ട്രയാങ്കിൾ പോലെ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണേ ഇത്. അപ്പോൾ റേഡിയസ് വരച്ചു. ഇനി നമ്മൾ എന്തോ ചെയ്യും? നമുക്ക് 2 ആംഗിൾ അറിയാം അല്ലേ. ഏതൊക്കെയാണ്? സെൻറ്റർ ആംഗിൾ 65 അറിയാം, 75 അറിയാം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ആംഗിൾ ഇവിടെ വരയ്ക്കാം. അപ്പം ഞാനിവിടെ ഇവിടെ നിന്നൊരു 65 ആംഗിൾ മെഷർ ചെയ്തെടുക്കുവാണേ. 65 വരുമ്പോഴത്തേനും ഇവിടെ വരും, ഇവിടെ നിന്ന് 0 തുടങ്ങുന്നതാകുമ്പോൾ ഇവിടെ 60, ഇവിടെ 65 അല്ലേ. അപ്പം ഇതാ ഇവിടെ വന്നു. ഞാൻ വരച്ചു. ഓക്കെ, ഇനി ഇവിടെ നിന്ന് എടുത്താലും മതി, ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതാ ഇവിടെ നിന്ന് എടുക്കുന്നു. അടുത്ത ആംഗിൾ എത്രയാ? 75 ഡിഗ്രിയാണ്. അത് ഇവിടെ നിന്ന് എടുത്തു അല്ലേ. ഇവിടെ നിന്ന് 0 തുടങ്ങുന്നത് നോക്കണം. 75 വരുമ്പോൾ ഇതാ ഇവിടെ വരും. ഇങ്ങനെ വരച്ചു. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്ക് കിട്ടിയ 3 പോയിന്റിന് വെച്ചാണ് എന്ത് വരയ്ക്കേണ്ടത്? ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. അപ്പോൾ കിട്ടിയ പോയിന്റ് ഏതൊക്കെയാണ്? 1 2 3. ഇത് കൺഫ്യൂഷൻ വരരുത്. ട്രയാങ്കിൾ വരയ്ക്കാൻ വരുമ്പോഴത്തേനും കൺഫ്യൂഷൻ വരരുത്. അപ്പം നമുക്ക് കിട്ടിയ 3 വെർട്ടെക്സ് ഏതൊക്കെയാണ്? ഇതൊരെണ്ണം നമുക്ക് കിട്ടിയാണ് ആംഗിൾ വെച്ചിട്ട്. ഇത് നമ്മൾ റേഡിയസ് വരച്ച് കിട്ടിയതാണ്, ഇത് ആംഗിൾ വെച്ച് കിട്ടിയതാണ്. അപ്പോൾ ഈ 3 എണ്ണം എന്ത് ചെയ്യുക? യോജിപ്പിക്കാം. ഇനി എന്ത് ചെയ്യുക? ഇത് തമ്മിൽ യോജിപ്പിക്കാം. കണ്ടോ? ഇനി നമ്മൾ ഓർത്ത് വെക്കണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് 65 ഡിഗ്രി അല്ലേ എടുത്തത്. ഇത് 65 ഡിഗ്രിയും ഇത് 75 ഡിഗ്രി അല്ലേ എടുത്തത്. നമ്മൾ ആംഗിൾ അളക്കുമ്പോൾ എപ്പോഴും ഡിഗ്രി അങ്ങ് എഴുതണേ. അപ്പോൾ ഇത് 65 ഡിഗ്രി, ഇത് 75 ഡിഗ്രി. അപ്പം നമുക്ക് ഇവിടെ ഈ കിട്ടിയതാണ് നമ്മുടെ ട്രയാങ്കിൾ അല്ലേ. ABC ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ എങ്ങനെ വരും? ഇവിടെ നോക്കടാ, ഇത് 65 ഡിഗ്രി AB എന്ന ആർക്കിൽ വരുന്ന സെൻറ്റർ ആംഗിളാണ്. അപ്പോൾ AB എന്ന ആർക്കിൽ വരുന്ന മറ്റൊരു ആംഗിൾ ഏതാണെന്നുണ്ട്? ഇനി നോക്ക്, എന്നും B ന്നും പോകുന്ന ആംഗിൾ ഇതല്ലേ വരുന്നത്. അപ്പോൾ 65ൻ്റെ ഹാഫ് എന്ത് വരും? 32.5 ഡിഗ്രി വരച്ചില്ലേ നമ്മൾ? ഒരു ആംഗിൾ കിട്ടിയില്ലേ.
അടുത്തത് നോക്കേ, എ സി എന്ന ആർക്കിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ സെൻട്രൽ ആംഗിൾ 75 വരെ വരുന്നത്. അപ്പോൾ എ സി ഉൾക്കൊണ്ടുവരുന്ന ആംഗിൾ ഏത് വരും? ഈ ആംഗിൾ വരൂലേ? ഇതെന്ത് വരും? 37.5 എന്ന് വന്നു. ഓക്കെ, മനസ്സിലായോ? ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ദ പിക്ചർ എ semicircle is drawn with a line as diameter and a smaller semicircle with half this line as diameter. Prove that a line joining the point where the semicircle meets to any point on the larger semicircle is bisected by the smaller semicircle. എന്താ പറഞ്ഞിരിക്കുന്നേ? ഇൻ ദ പിക്ചർ, ഈ പിക്ചറിൽ എന്താ പറഞ്ഞിരിക്കുന്നേ? ഒരു ലൈൻ വെച്ചിട്ട് ഒരു ലൈനിനെ ഡയമീറ്റർ ആക്കി ഒരു സെമി സർക്കിൾ വരച്ചിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ആ ലൈനിൻ്റെ ഹാഫിനെ ഡയമീറ്റർ ആക്കി വേറൊരു സെമി സർക്കിളും വരച്ചിരിക്കുന്നു. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നേ? പ്രൂവ് ദാറ്റ് ദ ലൈൻ ജോയിനിങ് ദ പോയിന്റ് വേർ ദ സെമി സർക്കിൾ മീറ്റ് to any point on the larger semicircle is bisected by the smaller semicircle. ഇവിടെ നിന്നൊരു ലൈൻ ഇങ്ങനെ നമ്മൾ വരച്ചിരിക്കുന്നു. ഈ ലൈൻ എന്ന് പറയുന്നത് ഈ സ്മാളർ സെമി സർക്കിൾ ഉണ്ടല്ലോ, ആ സ്മാളർ സർക്കിളിൽ മുട്ടുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പറയണം. ഈ പോയിന്റ് എന്ന് വെച്ചാൽ ഈ സ്മാളായിട്ടുള്ള സെമി സർക്കിളില്ലേ, ഈ സെമി സർക്കിളിൻ്റെ ആ ലൈനിൽ മുട്ടുന്ന പോയിന്റ്, ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ലൈനിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് തെളിയിക്കാം. എന്ന് വെച്ചാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് തെളിയിക്കാം. അപ്പോൾ ഞാൻ ഇതിന് പേര് കൊടുത്തു എ ബി സി. ഈ കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഒ എന്ന് കൊടുത്തു, ഈ പോയിന്റിന് പി എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രൂഫ് ചെയ്യാനായിട്ട് നമ്മളെന്താണ് ഈ ബി ഒ യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബി ഒ യോജിപ്പിച്ചു. അടുത്തത് പി സി യോജിപ്പിക്കുക. പി സി യോജിപ്പിച്ചു. ഇതെവിടെ നോക്കണം? ഈ ചെറിയ സെമി സർക്കിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും നോക്ക്. ഈ ചെറിയ എ ഒ ബി എന്ന് പറയുന്ന ഒരു സെമി സർക്കിൾ കാണുന്നില്ലേ? ഈ ചെറിയ സെമി സർക്കിൾ നോക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ ആംഗിൾ ഓഫ് എ സെമി സർക്കിൾ ഈസ് 90 എന്ന് പഠിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പോഴേ ഈ ഒരു സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ അല്ലേ ഈ എ ഒ ബി എന്നുള്ളത്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 90 ഡിഗ്രി എന്ന് വരൂലേ? ഓക്കെ, അതേപോലെ തന്നെ ഈ വലിയ സെമി സർക്കിളൊക്കെ എ പി സി എന്ന് പറയുന്ന സെമി സർക്കിൾ നോക്കുവാണെങ്കിൽ ഈ ആംഗിൾ അതേപോലെ ഒരു ആംഗിൾ അല്ലേ വരുന്നത്, സെമി സർക്കിളിലെ ആംഗിൾ അല്ലേ വരുന്നത്. അപ്പോൾ ഇതും എന്താണ്? 90 ഡിഗ്രി അല്ലേ? അപ്പം നമുക്കതിനെ എഴുതാം ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ എ ഒ ബി ഈക്വൽ ടു ആംഗിൾ എ പി സി. ആംഗിൾ എ പി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. സെമി സർക്കിൾ നമുക്കറിയാം 90 ഡിഗ്രി ആണെന്ന്. ഓക്കെ, എടാ ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇപ്പം ബി ഓടതാ ഈ ആംഗിൾ 90 ഡിഗ്രി, പി സിയുടെ ഈ ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ബി ഒയും ഈ സി പിയും പാരലൽ ലൈൻസ് അല്ലേ? ആംഗിൾ സെയിം ആയ ആ രണ്ട് ലൈനും എന്താവും? പാരലൽ ലൈൻസ് ആവത്തില്ലയോ? അപ്പോൾ പാരലൽ ലൈൻസ് ആവുമ്പോഴത്തേനും നമുക്കറിയാം. ഇവിടെ നോക്ക്, എ പി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഒന്ന് നോക്കുവാണെങ്കിൽ നമ്മളൊരു റൂള് പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ എ പി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ നോക്കണം കേട്ടോ. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലായിട്ട് വരുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡിനെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇത്? 9th ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? എന്താണ്? ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിന് പാരലായിട്ട് വരുന്ന ലൈൻ മറ്റ് രണ്ട് സൈഡിനെ ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കെന്നെ എഴുതാം
BO പാരലൽ ടു CP ആണ്. കൺസിഡർ ദ ട്രയാങ്കിളിൻ്റെ പേരെന്താണ്? ട്രയാങ്കിൾ എന്താണ്? APC. ഞാനിപ്പോൾ പറഞ്ഞ റൂൾ വെച്ച് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിന് പാരലായിട്ടുള്ള ലൈനാണ് BO അല്ലേ? അപ്പോൾ ഈ BO AP എന്ന സൈഡിനെയും AC എന്ന സൈഡിനെയും ഈക്വൽ റേഷ്യോയിൽ കട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AO ബൈ OP ഈക്വൽ ടു AB ബൈ BC എന്ന് എഴുതിക്കൂടെ? മനസ്സിലായോ? AO ബൈ OP ഈക്വൽ ടു AB ബൈ BC. അപ്പം AO ബൈ OP ഈക്വൽ ടു AB ബൈ BC. ഓക്കെ, AO ബൈ OP ഈക്വൽ ടു, ഈ ABയും BCയും തമ്മിലുള്ള ബന്ധം എന്താ? ആലോചിച്ച് നോക്ക്. ഈ AC എന്ന് പറയുന്ന ഡയമീറ്ററിൻ്റെ ഹാഫ് അല്ലേ ഈ AB വരുന്നത്? അപ്പോൾ ഈ ABയും BCയും സെയിം അല്ലേ? ഓക്കെ, അപ്പോൾ ABയും BC സെയിം ആകുമ്പോൾ AB ബൈ BC എന്തെന്ന് വരും? 1 എന്ന് വരൂലേ? അങ്ങനെയാണെങ്കിൽ AO ഈക്വൽ ടു എന്തെന്ന് വന്നു? OP എന്ന് വന്നു. AO ഈക്വൽ ടു OP എന്ന് വന്നു കഴിഞ്ഞാൽ ഈ O എന്ന പോയിന്റ് അതിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്നല്ലേ എൻ്റെ മീനിങ്. ഓക്കെ, മനസ്സിലായോ? അപ്പം AO ഈക്വൽ ടു OP, ഹെൻസ് പ്രൂവ്ഡ്. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പ്രൂവ് ചെയ്തു. അടുത്ത 5th ക്വസ്റ്റ്യൻ നോക്കേ. Prove that the circle drawn on the equal sides of an isosceles triangle as diameter pass through the midpoint of the third side. ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. കൺസിഡർ ദ സർക്കിൾ 1/1. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നേ? Prove that the circle drawn on the equal sides of the isosceles triangle as diameters. എന്ന് വെച്ചാൽ എന്താ? ഒരു സർക്കിൾ നമ്മൾ വരച്ചിരിക്കുന്നു. എങ്ങനെയാണ് വരച്ചിരിക്കുന്നത്? ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ്. എന്താ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്താണ്? 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളാണ് ഐസോസെലസ് ട്രയാങ്കിൾ. അപ്പോൾ ഒരു ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡിനെ ഡയമീറ്റർ ആക്കി എടുത്തുകൊണ്ട് 2 സർക്കിൾ ഇവിടെ വരച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഈക്വൽ സൈഡ്സ്. ഓക്കെ, ഈ ഈക്വൽ സൈഡിനെ ഡയമീറ്റർ ആക്കി വരച്ചിരിക്കുന്ന സർക്കിളാണിത്. ഈ ഈക്വൽ സൈഡിനെ ഡയമീറ്റർ ആക്കി വരച്ചിരിക്കുന്ന സർക്കിളാണിത്. ഓക്കെ, പിന്നെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? എന്താ? പാസ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദ തേർഡ് സൈഡ്. അപ്പം ഈ ട്രയാങ്കിളിന് മൂന്നാമതൊരു സൈഡ് ഉണ്ടല്ലോ, ആ സൈഡിൽ കൂടെ ഈ സർക്കിള് രണ്ടും പാസ് ചെയ്ത് പോകുന്നു. കൂടാതെ എന്താണ്? അതൊരു അതിൻ്റെ മിഡ് പോയിന്റ് കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നതെന്ന് പ്രൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂഫിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഈ ഐസോസെലസ് ട്രയാങ്കിളിന് പേര് കൊടുത്തു അല്ലേ? ABC എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഈ മിഡ് പോയിന്റിന് ഞാൻ O എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്താണ്? CO യോജിപ്പിച്ച് വരച്ചു. ഓക്കെ, ഇവിടെ നോക്കടാ, ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്. ആ ആംഗിൾ എന്ത് വരും? ഒന്ന് നോക്കി. അതാണ്ട് ഈ ഇടത് സൈഡിനുള്ള ഈ സർക്കിളൊന്ന് നോക്കിയാണ്. ഈ സർക്കിളിൻ്റെ ഇത് ഡയമീറ്റർ വരും. അപ്പം ഓക്കെ, ഇതിൻ്റെ ഈ ഹാഫ് പോർഷൻ നോക്കിയേ. ഇതൊരു ഇത്രയും ഭാഗം ഒരു സെമി സർക്കിൾ അല്ലേ സർക്കിളിൻ്റെ? അപ്പം സെമി സർക്കിളിൽ വരുന്ന ഒരു ആംഗിൾ അല്ലേ ഇതെന്ന് നോക്ക്, ശ്രദ്ധിച്ച് നോക്ക്. അപ്പം AOC എന്ന് പറയുന്ന ആംഗിൾ നോക്ക് നിങ്ങൾ. ഈ ഒരു സർക്കിൾ നോക്കുവാണെങ്കിൽ ഈ സർക്കിളിൻ്റെ സെമി സർക്കിളിൽ വരുന്ന ആംഗിൾ അല്ലേ ഇത് വരുന്നത്? അപ്പോൾ ഇത് എത്ര വരും? 90 ഡിഗ്രി വരൂലേ? അടുത്ത് ഈ സൈഡിലുള്ള ആംഗിൾ നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഇത് ഡയമീറ്ററാണ്. ഈ BC ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിൾ നോക്കേ. ആ സർക്കിളിൻ്റെ ആ സെമി സർക്കിളിൻ്റെ ആംഗിൾ അല്ലേ ഈ ആംഗിൾ വരുന്നത്? ഏതാണ്? BOC വരുന്നത്. അപ്പോൾ ഇതെന്ത് വരും? 90 ഡിഗ്രി വരും. കാരണം എന്താ? ആംഗിളിൻ്റെ സെമി സർക്കിൾ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ഡ്രോ, നമ്മൾ എന്താ വരച്ചത്? വി ഡ്രോ എന്താണ്? OC വരച്ചല്ലേ? OC.
നമുക്കറിയാം ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു എന്താണ് 90 ഡിഗ്രി. കാരണം എന്താ? ആംഗിൾ ഇൻ എ സെമി സർക്കിൾ. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ നമുക്കറിയാം. ഒരു സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി എന്ന് അറിഞ്ഞൂടെ? അറിയാം. ഇനി നോക്കേ, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? എ ഒ സി എന്ന് പറയുന്നതും ബി ഒ സി എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? എങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൂടെ നമുക്ക്? വി ഹാവ് ടു ട്രയാങ്കിൾസ് എന്താണ്? ട്രയാങ്കിൾ എങ്ങനത്തെയാണ്? റൈറ്റ് ട്രയാങ്കിൾ ആണല്ലേ? ടു റൈറ്റ് ട്രയാങ്കിൾസ് എന്താണ്? പേരെന്താണ്? എ ഒ സി ആൻഡ് ബി ഒ സി. രണ്ട് റൈറ്റ് ട്രയാങ്കിൾ നമുക്കിവിടെ കിട്ടൂലേ? എ ഒ സി ബി ഒ സി രണ്ട് റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്തുകൂടെ? അപ്പോൾ പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? അപ്പോൾ എന്താണ്? എ ഒ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എ സി സ്ക്വയർ മൈനസ് ഒ സി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അപ്പോൾ എന്താ എഴുതാം? എ ഒ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് ഒ സി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, നമുക്കറിയാം ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട് ഈ എ സിയും ബി സിയും സെയിം ലെങ്ത് ആണ്, സെയിം ആണ്, ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ സൈഡ്സ് ആണെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ ഈ എ സിക്ക് പകരം ബി സി എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം: എ ഒ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സി സ്ക്വയർ മൈനസ് ഒ സി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അത് ഇക്വേഷൻ 1 ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി അടുത്ത റൈറ്റ് ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്: ബി ഒ സ്ക്വയർ അല്ലേ? ബി ഒ സ്ക്വയർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? ബി സി സ്ക്വയർ മൈനസ് ഒ സി സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? ബി സി സ്ക്വയർ മൈനസ് ഒ സി സ്ക്വയർ. അത് ഇക്വേഷൻ 2 എന്ന് എഴുതി. ഇക്വേഷൻ 1ഉം 2ഉം കൂടെ കമ്പയർ ചെയ്യുമ്പം റൈറ്റ് സൈഡ് രണ്ടും ഈക്വൽ അല്ലേ? എങ്കിൽ എന്ത് എഴുതാം നമുക്ക്? ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആക്കി എഴുതിക്കൂടെ? അപ്പോൾ എ ഒ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഒ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ എ ഒ ഈസ് ഈക്വൽ ടു ബി ഒ എന്ന് എഴുതിക്കൂടെ? അതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ എ ഒ ഈസ് ഈക്വൽ ടു ബി ഒ എന്ന് വെച്ചാൽ ബൈസെക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മിഡ് പോയിന്റിൽ കൂടെയാണ് പോകുന്നത്. എ ഒയും ബി ഒയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഹെൻസ് പ്രൂവ്ഡ്. മനസ്സിലായോ? അപ്പോൾ 6th ക്വസ്റ്റ്യൻ തൊട്ട് അടുത്ത പാർട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും. ഓക്കെ, ബൈ.